നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ്. ലെറ്റ്സ് ഫ്രെയിം ദ ഷോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ്. ഇതിലൊരു ചിത്രം തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയാസൊക്കെ കാണുന്നുണ്ട്. അതിനകത്ത് കുറേ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇതേപോലെ എന്തെങ്കിലും ഒരു വീഡിയോസ് എടുക്കുക, എന്നിട്ടത് എഡിറ്റ് ചെയ്തിട്ട് റീലായിട്ട് അങ്ങനെയായിട്ട് ഇടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വീഡിയോസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് ഇതിൻ്റെ ബേസ് മാത്രം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൽ അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു സ്ക്രിപ്റ്റാണ്. ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടാവും നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്ന വീഡിയോ എന്താണ്, അതിലെന്തൊക്കെ ഷോട്ടുകൾ വേണം, വീഡിയോസിന് ഏതൊക്കെ ഭാഗങ്ങൾ വേണം, പിന്നെ എത്ര സീനുകൾ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം. ഇപ്പോൾ അതിൽ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ 4 സീനാണുള്ളത്. ഫസ്റ്റ് സീൻ ഇങ്ങനെ ക്യാമറ എങ്ങനത്തെ ഷോട്ട് എടുക്കണം, എന്തൊക്കെ ഡയലോഗ് വേണം, മ്യൂസിക് എന്താണ്, എത്ര സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ക്യാമറാസ്. ഇതിൽ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ DSLR ക്യാമറ. DSLR ക്യാമറയും ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ക്യാമറ റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയാണ്. ക്യാമറ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയാണ്. അപ്പോൾ നമ്മൾ നല്ല അതിനെ പിക്സൽ എന്നാണ് അതിൻ്റെ യൂണിറ്റിനെ പറയണത്. ഒരു ഇമേജിൻ്റെ ബേസിക് യൂണിറ്റാണ് പിക്സൽ. അപ്പം പിക്സൽ കൂടുന്തോറും നമുക്ക് നല്ലൊരു ഇമേജ് കിട്ടും, വീഡിയോസൊക്കെ കിട്ടും. ഇതിന് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിങ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടൂളാണ് ഈ കാണുന്നത്, മൊബൈൽ സ്റ്റെബിലൈസർ. അപ്പോൾ നമ്മളൊരു വീഡിയോ ചലനമില്ലാതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലൈസർ ഉപയോഗിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് മൊബൈൽ അങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഷേക്കിങ് അതിൽ വരും. അതൊന്നും വരാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഇനി അടുത്തത് റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. നമ്മളൊരു മൊബൈലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ലൈറ്റ് കിട്ടും. നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത ഓരോ ക്യാമറ ഷോട്ട്സിനെ കുറിച്ചാണ് ഇത് തന്നിട്ടുള്ളത്. അതിൽ കാണുന്നത് ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയും. ഇത് മീഡിയം, ഇത് ലോങ് ഷോട്ട്. ഇത് ക്യാമറ അടുത്ത് വെക്കുന്നതിനൊക്കെ ക്ലോസപ്പും, ദൂരെയാണെങ്കിൽ ലോങ് ഷോട്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് തന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ എഡിറ്റിംഗ് ആണ്. നമുക്കിവിടെ പഠിക്കാനുള്ള ഭാഗം ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. ഉദാഹരണത്തിനൊരു റീല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സീൻ ഇവിടെയും ഒരു ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്തു, പിന്നെ അടുത്ത സീൻ വേറൊരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്നാക്കണ്ടേ. അങ്ങനത്തേനാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് കേഡൻ ലൈവ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ബേസ്. നമ്മളതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഹോമിൽ പോയിട്ട് റീസെറ്റ് സെറ്റിങ്സിൽ കേഡൻ ലൈവിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്തതായിട്ട് വേണം തുറക്കാൻ. എന്നാലാണ് അതിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഈ കാണുന്ന വ്യൂ അല്ലാതെ ഏതെങ്കിലും വന്നാൽ ബുദ്ധിമുട്ട് വരും. ഇനി അത് മിനിമൈസ് ചെയ്തിട്ട് കേഡൻ ലൈവ് എടുക്കുകയാണ്. കേഡൻ ലൈവ് 24.05 ആണ്. ഇനി ഇതാണ് എൻ്റെ വിൻഡോ. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഇത് ക്ലിപ്പ് മോണിറ്റർ, ഇത് പ്രൊജക്റ്റ് മോണിറ്റർ, ഇത് ഫൈനൽ ഔട്ട്പുട്ട് ഇതിലാണ് കാണിക്കുക. ഇത് ക്ലിപ്പ് മോണിറ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ വീഡിയോസ് ആഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് തുറന്നു വന്നിട്ടുണ്ട്. ഇനി ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്, വീഡിയോ ട്രാക്സ്, പ്ലേ ബാക്ക് ഹെഡ്, ഓഡിയോ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതാണ് വീഡിയോ ട്രാക്സ് എന്ന് പറയുന്നത്. ഇതിൽ V1 V2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ A1 A2 എന്ന് പറയുന്നത് ഓഡിയോ ട്രാക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വീഡിയോ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ വീഡിയോ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടണം. അപ്പോൾ നമുക്കിതൊരു ഇതിനെ ടൈം ലൈൻ എന്ന് പറയും. ടൈം ഇതിൽ കാണാൻ പറ്റും. അത് നോക്കി നോക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഓപ്പൺ കേഡൻ ലൈവ് സോഫ്റ്റ്വെയർ തുറന്നിട്ട് അതിൽ പ്രൊജക്റ്റ് മെനുവിൽ ഓപ്പൺ പ്രൊജക്റ്റ് സെറ്റിങ്സ് എടുക്കുക.
പ്രൊജക്റ്റ് സെറ്റിങ്സ് എടുക്കുക. ഇതിൽ ഈ റെസൊല്യൂഷൻസാണ് കൊടുക്കേണ്ടത്. HD 720 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുള്ളത് കൊടുക്കണം. ഇതവിടെ HD 720 ഉണ്ട്. ഇവിടെ ആരോ ക്ലിക്ക് ചെയ്താൽ കാണും. അതിൽ 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ഡീഫോൾട്ടായിട്ട് അത് ഈ ഒരു വീഡിയോ സേവ് ആവുന്നത് ഹോമിൽ കേഡൻ ലൈവിലാണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. മാറ്റണമെങ്കിൽ കസ്റ്റം കൊടുത്താൽ എവിടെ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്കി കൊടുക്കാൻ പറ്റും. ഇത് ഞങ്ങൾ ഓക്കെ കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി ഇതിൽ ഫയലിൽ സേവ് എടുത്തിട്ട് ഇതിനൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തിന് ഇത് 9ാമത്തെ ചാപ്റ്റർ അല്ലേ, അപ്പം 9th കൊടുത്തു, സേവ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 9th ഒന്ന് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇതിൽ നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞേക്കുന്നത് ഇതിൽ ഡീഫോൾട്ടായിട്ടുള്ള വീഡിയോസ് അല്ലാതെ ഏതെങ്കിലുമൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതിന് പകരം പ്രൊജക്റ്റിൽ ആഡ് ക്ലിപ്പ് എടുത്തിട്ട് ഈ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് ഉണ്ടാവും. അതിൽ ഇപ്പോൾ ഞാൻ തൽക്കാലം ക്ലാസ് 8 ഇതവിടെ ഒരു വീഡിയോ ഉണ്ട്, അനിമേഷൻ വീഡിയോ. അത് ഓപ്പൺ ചെയ്യാണ്. ഇതാകുമ്പോൾ എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനൊക്കെ എളുപ്പമാണ്. മറ്റേ ഇവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള വീഡിയോ പറ്റുള്ളൂ. ഇതൊക്കെ കൊടുത്തു. ഇതാ നമ്മൾ ഏതൊക്കെ ക്ലിപ്പ് ആഡ് ചെയ്താലും അതിവിടെ ഉണ്ടാവും. ഇതവിടെ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയാൽ കാണാം V1 V2 ഒക്കെ കാണാം. ഇതാണ് വീഡിയോ ട്രാക്സ്. ഇനി ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ V1-ൻ്റെ അവിടെ അല്ലെങ്കിൽ V2-ൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ട് ഡ്രാഗ് ചെയ്തിടണം. ഇതാണ് നമ്മുടെ വീഡിയോ. ഇവിടെ നോക്കിയാൽ അറിയാം ഇത് മണിക്കൂർ, ഇത് മിനിറ്റ്, ഇത് സെക്കൻഡാണ്. 12 സെക്കൻഡാണ് വീഡിയോ. അപ്പോൾ കൂടുതൽ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. സൗണ്ട് ഇല്ലാത്തതാണ്. ഓക്കെ. ഇനി ഇത് ഫുള്ള് ഇങ്ങനെ വേണേൽ പ്ലേ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു സൗണ്ട് കൊടുക്കാം. ഇതിൽ വേറെ 2-3 വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ അടുത്തൊരു കാര്യം പറഞ്ഞേക്കുന്നത് വേണ്ടാത്ത ക്ലിപ്പുകൾ അതിനകത്തുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അതായി ടൂള് പറയുന്നുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിനകത്ത് ഈ വീഡിയോ 12 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ലെങ്ത് ഇത്രേ കാണുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ സൂം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നീളത്തിൽ കാണാൻ പറ്റും. അതിന് റൈറ്റ് സൈഡ് ഇതാണ് സൂം ലെവൽ. ഇതിങ്ങനെ സൂം ആക്കുക. ഓക്കെ, ഏകദേശം കാണാൻ പറ്റും. ഇനി ഞാൻ ഏകദേശം ഒരു പകുതിക്ക് കഴിയുമ്പോൾ ഒരു 7 അല്ലെങ്കിൽ 8 സെക്കൻഡ്, 8 അല്ലെങ്കിൽ 8 സെക്കൻഡ് 9 സെക്കൻഡ് ആകുമ്പോൾ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ 8 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഈ റേസർ ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായിട്ട് മാറി, 2ആയിട്ട് മാറി. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ അത് പോവും. ഇനി ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് വീഡിയോ ട്രാക്കാണ്. V2 എന്ന ട്രാക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2ാമത്തെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് V1-ൽ കൊണ്ടിടാം. ഇത് V1-ഉം ഇത് V1-ഉം ഇത് V2 ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ കളയുകയും ചെയ്യാം. ഈ V1-ന് പകരം നമുക്ക് വേറെ വീഡിയോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഇത് സീൻ 1, ഇത് സീൻ 2 ആണെങ്കിൽ സീൻ 1 ഇവിടെയും അത് കഴിഞ്ഞ ഉടനെ സീൻ 2 ആയിട്ട് ഇടുകയൊക്കെ ചെയ്യാം. ഇനി ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇത് സീൻ 2 ആണെന്നുണ്ടെങ്കിൽ സീൻ 1 കഴിഞ്ഞ് സീൻ 2 തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വന്നിരിക്കട്ടെ.
ഒരു സീൻ കഴിഞ്ഞിട്ട് വേറെ സീൻ വരുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ഔട്ടാണ് വരിക സാധാരണ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ എഫക്റ്റുകൾ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ കമ്പോസിഷനുണ്ട്. കമ്പോസിഷനിൽ ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഡിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോസിഷനാണ്. ഇതെടുത്തിട്ട് ഞാൻ ഈ അനിമേഷൻ രണ്ടാമത്തെ വീഡിയോയിൽ ഇട്ടു എന്നിരിക്കട്ടെ. ഇത് ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ ഒരു ചെറിയൊരു കണ്ടോ ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നൊരു എഫക്റ്റ് കാണിക്കും. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു സീൻ കഴിഞ്ഞ് ഒരു സീനിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കും. അങ്ങനത്തെ എഫക്റ്റൊക്കെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ഇനി ഇതിന് വീഡിയോ മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ സൗണ്ട് ഇതിന് ഇപ്പോൾ ഒരു റീൽ എടുക്കുമ്പോൾ വീഡിയോ വേറെ സൗണ്ട് വേറെ ആയിട്ടൊന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് വേറെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ ഈ പ്രൊജക്റ്റിൽ വീണ്ടും പ്രൊജക്റ്റിൽ ആഡ് ക്ലിപ്പ് എടുക്കുക. ഇതിലിപ്പോൾ സൗണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 6 ഒരു പോയം കിടക്കുന്നുണ്ട്. ആ പോയം ഞാൻ ഓക്കെ കൊടുത്തു. ഇതാ ഈ പോയം ഏകദേശം 2 മിനിറ്റ് 26 സെക്കൻഡ് ഉണ്ട്. ഇത് മൈക്രോ സെക്കൻഡാണ്. അപ്പം ഞാനതിനെ ഓഡിയോ ട്രാക്കിലേക്ക് എടുക്കേണ്ടതാണ്. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഡിയോ ട്രാക്ക് കാണാം, A1 അല്ലെങ്കിൽ A2. ഇനി ഇതിനെങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് ഇതാ ഇട്ടു. നമുക്കിപ്പോൾ 2 മിനിറ്റ് ഒന്നും വേണ്ട, ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനൊരു ഇതിലൊരു ക്ലിപ്പ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് സമയം കൂടി എക്സ്ട്രാ ഇടാം. ഏകദേശം ഒരു ഇവിടെ വരെ മതിയല്ലോ, അതിനൊക്കെ ഒരു ലേശം കൂടി നീട്ടിയിട്ട് റേസർ ടൂൾ ഉപയോഗിച്ചത് അവിടെ നിന്ന് കട്ട് ചെയ്യാണ്. എന്നിട്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. നമുക്കിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഏകദേശം വീഡിയോ ഏകദേശം കൊടുത്തു. ഓക്കെ, ഇപ്പം ഇതിൽ ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ പഠിച്ചു. ഇതിപ്പം ഈ വീഡിയോയും പാട്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞാൻ ഇതിലുള്ളത് വെറുതെ ഇട്ടു എന്ന് മാത്രം, ഒരു വ്യത്യാസം അറിയിക്കാൻ വേണ്ടിയിട്ട്. അറേഞ്ച് ചെയ്യാനൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ 2 വീഡിയോസേ ഉള്ളൂ. ഇനി 3ാമതും 4ാമതും വീഡിയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ V1 V2 എന്ന ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് ട്രാക്ക് ഉണ്ടാവും. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ നോക്കിയാൽ പേര് കൊടുക്കാം. വേണമെങ്കിൽ സീൻ 3 എന്ന് പേര് കൊടുത്താൽ എളുപ്പമുണ്ടാവും. വീഡിയോ ട്രാക്ക് ആണെങ്കിൽ വീഡിയോ കൊടുക്കുക, ഓഡിയോ ട്രാക്ക് ആണെങ്കിൽ ഓഡിയോ കൊടുക്കുക, AV ട്രാക്ക്, ഓഡിയോ റെക്കോർഡ് ട്രാക്ക്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണേലും കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിലൊരു ക്ലിപ്പ് ഒരു ടൈറ്റിലാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ടൈറ്റിൽ ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് ഫയലിൽ സേവ് ചെയ്തു, 9th എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി തുറക്കണം. ഹോമിൽ വീഡിയോസിലാണ് ഈ ഫയൽ കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു. ഹോമിൽ വീഡിയോസിലാണ് ഇത് കിടക്കുന്നത്. ഡീഫോൾട്ടായിട്ട് അതിലാണ് കിടക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. ഇതിൽ നമുക്ക് പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എടുത്തിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലൊരു ടൈറ്റിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ നോക്കിയതാണ്. ഇതാ താങ്ക്സ് ഫോർ വാച്ചിങ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട്
ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താങ്ക്സ്, എൻ്റർ അടിച്ചു, ഫോർ എൻ്റർ അടിച്ചു, വാച്ചിങ് കൊടുത്തു. ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ട് അലൈൻമെൻറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. അതായത് ഈ സെൻട്രൽ അലൈനെ കൊടുക്കുക, കളർ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം, സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ക്രിയേറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ടൈറ്റിൽ ഇടാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, അതിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഈ ടൈറ്റിൽ ഇതേപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊണ്ട് ഇരുത്തണം. വേണമെങ്കിൽ നമുക്കൊരു വീഡിയോയുടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. ഏകദേശം ഒരു സൈസ് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം കേട്ടോ. ഇങ്ങനെ ആ ഒരു ഓഡിയോ തീരുന്നെടുത്തത് താങ്ക്സ് ഫോർ വാച്ചിങ് അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഈ 2 ലൈൻ നോക്കിയാൽ അറിയാം. ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ട് ഞാൻ 7ലെയും 6ലെയൊക്കെ വീഡിയോസ് എടുത്തിട്ടാണ് ചെയ്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇതേപോലെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഐഡിയപരമായിട്ട് ഇതേപോലെ കോമ്പോസിഷൻ കൊടുക്കാം, ടൈറ്റിൽ കൊടുക്കാം, ആദ്യം തുടങ്ങുമ്പോൾ ടൈറ്റിൽ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. കൊടുത്തു കഴിയുമ്പോൾ അതിന് മുന്നെയാണ് വരേണ്ടതെന്ന് മാത്രം. ഇതിനെക്കുറിച്ച് പുറകിലോട്ടാക്കിയാൽ മതി. ഇതിനെ വരെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ റെൻഡർ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് EMP4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ഔട്ട്പുട്ട് ഫയൽ PTMHSL വീഡിയോസിൽ തന്നെയാണ്. എന്നിട്ട് റെൻഡർ ടു ഫയൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് എത്ര സെക്കൻഡിനുള്ളിൽ റെൻഡർ ആവും എന്നുള്ളത്. 22 സെക്കൻഡിനുള്ളിൽ റെൻഡർ ആവും. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് ക്ലോസ് കൊടുത്താൽ പിന്നെ റെൻഡർ ആയിക്കോളും. ഓക്കെ, ഇത് ക്ലോസ് കൊടുത്തു, മിനിമൈസ് ചെയ്തു. ഞാൻ തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.